ഉക്രൈൻ യുദ്ധം അവസാനിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കീവിനെ പിന്തുണയ്ക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. സമാധാന കരാറിനുള്ള എല്ലാ വ്യവസ്ഥകളും പരിഹരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മൂന്നാമതൊരു രാജ്യത്ത് വെച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കാണാൻ തയ്യാറാകൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. മോസ്കോയിൽ നടന്ന സ്കെയിൽ ഡൗൺ പരേഡിൽ സൈനികരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരായ സോവിയറ്റ് വിജയത്തിന്റെ ഓർമ്മ പുതുക്കിയ റഷ്യൻ പ്രസിഡന്റ് പുതിൻ തന്റെ ഉക്രൈൻ ആക്രമണത്തെ ന്യായീകരിക്കാൻ അതിനെ ആവർത്തിച്ചുപയോഗിക്കുകയും ചെയ്തു. റഷ്യൻ അധികാരികൾ സാധാരണയായി വിജയദിന പരേഡ് ആഡംബരത്തോടെയും ഗാംഭീര്യത്തോടെയും ആഘോഷിക്കുന്നു. എന്നാൽ സമീപ ആഴ്ചകളിൽ ഉക്രൈനിയൻ ദീർഘദൂര ആക്രമണങ്ങളുടെ ഒരു പരമ്പര സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കുന്നതിനുള്ള കാരണമായി. 4 വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും 3 ദിവസത്തേക്ക് വെടിനിർത്തൽ നടപ്പാക്കണമെന്നും യുദ്ധ തടവുകാരെ കൈമാറണമെന്നും ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. മെയ് 9 മുതൽ 11 വരെ വെടിനിർത്തൽ നടപ്പിലാക്കി 1000-ഓളം യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറണമെന്നായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടത്. ചർച്ചകൾ സുഗമമാക്കിയതിനോട് US-ന് നന്ദിയുള്ളവരാണെന്ന് പുടിൻ പറഞ്ഞു. ഇത് റഷ്യയ്ക്കും ഉക്രൈനും വേണ്ടിയുള്ള കാര്യമാണ്. ഉക്രൈൻ സംഘർഷം അവസാനിക്കുന്നു. ട്രംപ് നിർദ്ദേശിച്ച യുദ്ധ തടവുകാരുടെ കൈമാറ്റത്തിനായി ഉക്രൈന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ്. ഉക്രൈന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്ന പ്രതീക്ഷയും റഷ്യൻ പ്രസിഡന്റ് പങ്കുവച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.